യമഹയിൽ നിന്നൊരു WR-155 വരുമ്പോൾ എക്സ്പൾസിൽ നിന്നൊരു ചേഞ്ച് ആഗ്രഹിച്ച് ഞാൻ ആ ഒരു തീരുമാനത്തെ മാറ്റിയത് ഈ ഒരു വാഹനം കണ്ടപ്പോഴാണ്. ഇനി വരുന്നത് ഇലക്ട്രിക്കിൻ്റെ കാലമാണ്. ഇലക്ട്രിക്കിൻ്റെ കാലത്ത് അൾട്രാ വയലറ്റ് F77 ഇറക്കിയ ആ ഒരു ബ്രാൻഡിൽ നിന്നും ഷോക്ക് വെയിൽ എന്ന പുതിയൊരു മോഡൽ വാഹനം വരുന്നു. നിങ്ങൾ ഈ കാണുന്നത് കംപ്ലീറ്റ്ലി ഒരു ഡർട്ട് ബൈക്ക് ലുക്കിലുള്ള ആ ഒരു വാഹനമാണ്. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ബീവർ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ടെസ്റാക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഷോക്ക് വേവിന് 165 കിലോമീറ്റർ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും സ്പോർട്ടി ലുക്കിൽ അല്ലെങ്കിൽ എൻഡ്യൂറോ ലുക്കിലുള്ള ഒരു വാഹനത്തിന് 165 കിലോമീറ്റർ റേഞ്ച് അത് കിട്ടില്ലെന്ന് തന്നെയാണ്. 4 kWh ബാറ്ററിയാണ് ഈ ഒരു വാഹനം തരുന്നത്. ഏകദേശം 120 കിലോമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡിസൈൻ, ആ ഒരു ഫ്രണ്ട് ഹാൻഡിൽ ബാർ പോർഷൻ ആയാലും ഒരു വിൻഷീൽഡ് ആയാലും താഴത്തെ ഹെഡ്ലൈറ്റ്സ് ആയാലും എല്ലാം നമ്മളെങ്ങനെ കസ്റ്റം ചെയ്തൊരു ബൈക്കിനെ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു ഡിസൈനിൽ ഒരു അഡ്വഞ്ചർ ടൂർ അതല്ലെങ്കിൽ ഒരു ഡർട്ട് ബൈക്ക് അതല്ലെങ്കിൽ ഒരു എൻഡ്യൂറോ മോഡൽ എല്ലാത്തിനെയും ഒരു മിക്സ് ചെയ്തൊരു കിഡിലൻ ലുക്ക്. ഇനി ആ താഴത്തെ മഡ് ഗാർഡിൻ്റെ പോർഷനിലേക്ക് പോകും. ഞാനൊരു അഡ്വഞ്ചർ 390 എടുത്ത ടൈമിൽ കസ്റ്റം ചെയ്ത് വെച്ചൊരു മഡ് ഗാർഡാണ് ആ കാണുന്നത്. അതേപോലെ ഒരു മഡ് ഗാർഡും ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ആ ഫ്രണ്ടിലത്തെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് റെഡ് കോംബോ അതൊരു രക്ഷയില്ല. കിഡിലൻ കളർ കോംബോ. ടയേഴ്സൊക്കെ ആണെങ്കിലും അത്യാവശ്യം കിഡിലൻ ടയറുകൾ. ആ ലുക്ക് ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. സ്പെക്കിലേക്ക് നമ്മൾ ഇതുവരെ കടന്നത് പോലുമില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രണ്ട് ലുക്ക് നമ്മുടെ മനസ്സിനെ ഒരുപാട് അങ്ങ് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ലുക്കാണ്. പിന്നീട് ആ ഒരു മോട്ടർ കവറിങ് ഏരിയ, ഒരു എഞ്ചിൻ റൂമിൻ്റെ ആ ഒരു പോർഷനിലെ ആ മോട്ടർ കവറിങ് ഏരിയയൊക്കെ ഒരു രക്ഷയില്ല. മാരക ലുക്ക് തന്നെയാണ് ഒരു വാഹനത്തിന്. നമുക്ക് കസ്റ്റം ചെയ്തൊരു വാഹനത്തെ എങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു ആ ഒരു ലുക്കിൽ തന്നെ. ഫ്യൂവൽ ടാങ്കിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ഭാഗം, ഫ്യൂവൽ ടാങ്ക് ഈ ഒരു വാഹനത്തിന് വരുന്നില്ല എന്നറിയാമല്ലോ. ഓക്കെ, ആ ഒരു ഭാഗം അതും അതിനെക്കാട്ടി മാരക ഒരു ലുക്ക്. ടെയിലിലേക്ക് വരുമ്പോൾ ഫിനിഷിങ് ഒരു പക്ക നമ്മൾ കസ്റ്റം ചെയ്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണെന്ന് നോക്കണം. കംപ്ലീറ്റ്ലി ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു വാഹനം. അതെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം 120 കിലോ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പുറത്ത് നമ്മുടെ ഭീമൻ F77 അവിടെ ഇരിപ്പുണ്ട്. വാഹനത്തിൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നില്ല. 14.5 bhp പവറാണ് ഉള്ള ഒരു ഇലക്ട്രിക് മോട്ടറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 0 to 60 in 2.9 സെക്കൻഡ്. സ്കൂട്ടറിൻ്റെ സെയിം സ്പെക്ക് തന്നെയാണ് ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ടോപ്പ് സ്പീഡ് 120 km/h തന്നെയാണ്. ഒരു എക്സ്പൾസ് 200 4VA റിസംബിൾസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സെയിം ആസ്പെക്ട്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരു എക്സ്പൾസ് ഓണറായ ഞാൻ ഈ ഒരു വാഹനം കണ്ടപ്പോഴത്തേക്ക് അതെങ്ങനെ ഒരു എക്സ്പൾസിനെ കസ്റ്റം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ആ ഒരു വാഹനം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റോക്കായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ. പക്ഷേ ഇതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ ഒരു വാഹനം നിരത്തുകളിലേക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു വാഹനത്തിൽ സാരി ഗാർഡ് ഇല്ല. കേരളത്തിൽ വന്ന മിക്ക വാഹനങ്ങളിലും സാരി ഗാർഡ് വേണം എന്നുള്ളൊരു ലീഗൽ റൂൾസ് അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. റെയറിലെ ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ ചെറിയ മാറ്റങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർക്സ് വിത്ത് 200 mm ട്രാവലാണ് വരുന്നത്. അതേപോലെ റെയറിൽ 180 mm ട്രാവലുള്ള മോണോ ഷോക്കാണ്. വീലിൻ്റെ ഭാഗത്തേക്ക് പോയാൽ ഫ്രണ്ടിൽ 19 ഇഞ്ചസിൻ്റെ വീലും ബാക്കിൽ 17 ഇഞ്ചസിൻ്റെ വീലുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഫുള്ളി ആ ഒരു സ്പെക്ക് വൈസ് ആയാലും ലുക്ക് വൈസ് ആയാലും കംപ്ലീറ്റ്ലി വാഹനം കിഡിലൊരു ലുക്കിലാണ്. നിങ്ങളുടെ ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? പണ്ടൊരു കാലത്ത് കസ്റ്റം ചെയ്ത് പ്രോട്ടേപ്പറൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നവർക്ക് ഷോക്ക് വെയിലിൻ്റെ സ്റ്റോക്കായിട്ടുള്ള ഒരു ഐറ്റം. ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു രീതിയിൽ തന്നെ പുറത്തേക്ക് വരുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപാട് മടിയുണ്ട്. ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ലുക്ക്. ഇങ്ങനൊരു വാഹനത്തെ റോഡ് ലീഗലായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മറ്റ് കമ്പനികൾക്കെല്ലാം ഇതിലും കിടിലം വാഹനങ്ങളെ ഇറക്കാമല്ലോ. ഇലക്ട്രിക്കൽ ഇങ്ങനൊരു വാഹനം വരുമ്പോഴത്തേക്കും ഒട്ടുമിക്ക പെട്രോൾ വാഹനങ്ങളുടെയും കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊരു കാലത്ത് സ്കൂട്ടിയുടെയൊക്കെ കാര്യം പറയാം, തൊട്ടടുത്തൊരു ലോറി പോയി കഴിഞ്ഞാൽ സ്കൂട്ടിയൊക്കെ കിടന്ന് വിറയ്ക്കുമെന്ന് പറയുന്ന പോലെ അതിൻ്റെ ആ ഒരു വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ഓൺ റോഡ് പെർഫോമൻസ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ കുറച്ച് ഡ്രോബാക്സും ഈ ഒരു വാഹനത്തിന് വരാൻ സാധ്യതയുള്ളതായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ? നിങ്ങളുടെ ഡ്രോബാക്സ് ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഇതിന് സംഭവിക്കാൻ ഇടയുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ രസകരമായ കമൻറ്റുകൾ, ഇൻട്രസ്റ്റിംഗ് ആയ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ ഒരുപാട് താല്പര്യപ്പെടുന്നു. ബെസ്റ്റ് കമൻറ്റ്സ് ഉറപ്പായിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രിക് വാഹനം അങ്ങനെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്.